ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മളൊരു കേക്ക് വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 4 കോഴിമുട്ട മിക്സിയിൽ അടിച്ചെടുക്കുക. ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടും അടിച്ചെടുക്കുക. എന്നിട്ട് ആ മിക്സർ പാത്രത്തിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വാനില എസൻസും ഓയിലും ചേർത്ത് കൊടുക്കുക. നമ്മളതിൽ മിൽക്ക് പൗഡർ ചേർക്കേണ്ടത് അത് വീഡിയോയിൽ പറയാൻ മറന്നുണ്ട്. അത് കാണിക്കാനും ഫസ്റ്റ് മറന്നിരിക്കണു, പഞ്ചസാരയും കാണിക്കാൻ മറന്നിരിക്കണു. അപ്പോൾ ഇതൊക്കെ നോക്കണം കേട്ടോ നിങ്ങൾ. എന്നിട്ട് വാനില എസൻസും ഓയിലും ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന ഒരു പാത്രം നമ്മൾ ഓയിൽ തേച്ചിട്ട് വെച്ചിട്ടുണ്ടാവണം. അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കുക്കാൻ വെക്കുക. ഓവല്ലാത്തവർ ഇഡ്ഡലി ചെമ്പിൽ അങ്ങനെയുള്ള ദോശക്കല്ല് അങ്ങനെയുള്ളതിലൊക്കെ വെക്കുക. നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഇറക്കി വെച്ചിട്ട് നന്നായി അടച്ചിട്ട് ഒരു 30-40 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ എന്നിട്ട് ബേക്ക് ചെയ്തിട്ട് 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് ഒരു കോലുകൊണ്ട് എന്തെങ്കിലും കുത്തി വെക്കുക. അപ്പോൾ കേക്ക് അതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല വെച്ചെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് സ്പോഞ്ച് കേക്ക് റെഡിയായി. എന്നിട്ട് നമുക്ക് ക്രീം ആവശ്യമുള്ളവർ ക്രീം അടിച്ചെടുക്കുക. എന്നിട്ട് കേക്ക് 3 ലെയറായിട്ട് മുറിക്കാം. 3 ലെയറായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലിൻ്റെ മിക്സില്ലേ, അത് പാലും പഞ്ചസാരയും ഒന്ന് തിളപ്പിച്ചെടുത്ത് ചൂടാറിയതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കണോ, മറ്റേ പാലിൻ്റെ മിക്സ് ഒഴിക്കണോ, ക്രീം തേക്കണോ, അങ്ങനെ അത് റിപ്പീറ്റ് അങ്ങനെ നമ്മൾ ഫുള്ള് കേക്ക് ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്താൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് വീണ്ടും എടുത്തിട്ട് അതൊക്കെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാം. ഞങ്ങൾ ആദ്യം പൂ വരയ്ക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ആയിട്ട് ആ ക്രീം തേച്ചു. അങ്ങനെ കേക്ക് റെഡിയായി. നമ്മുടെ ഒരു തട്ടിക്കൂട്ട് കേക്ക്, സിമ്പിൾ റെസിപ്പിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കടയത്തെ പോലെ ഒന്നും ആയില്ലേലും നമ്മളുണ്ടാക്കിയ കേക്കാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതില്ലേ, നമ്മളുണ്ടാക്കിയ കേക്കാണല്ലോ എന്നുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും, ക്ഷമിക്കുക.